ഞാൻ അന്ന് വന്നിട്ടുള്ളത് നമുക്ക് കിറ്റിലൊക്കെ കിട്ടിയ വെർമിസെല്ലി ഉണ്ടല്ലോ, സേമിയോ, വറുത്ത സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം ഓണമൊക്കെ ആയതുകൊണ്ട് പായസം കുറേ കുടിച്ച് മതിയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയാണ്. നമുക്ക് എന്താ പറയുക, എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, 4 മണിക്കൊരു പലഹാരമായും ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പാലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 500 മില്ലി പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ പാക്കറ്റ് പാൽ വാങ്ങിയ കേട്ടോ, നല്ല കട്ടിയുള്ള പാലാണ്, പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഗുഡ് ലൈഫാണ് ഇതിൻ്റെ പേര്. നല്ല കട്ടിയാണ് കേട്ടോ ഈ പാല് പായസം ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്, പായസം ഇതുപോലെയുള്ളതൊക്കെ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 200 ml വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 500 ml പാലും 200 ml വെള്ളം. അപ്പോൾ ഇതാണ് കിട്ടിയ വെർമിസെല്ലി, ആച്ചി വെർമിസെല്ലിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 200 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച്, ഇത് വറുത്ത ഒരു വെർമിസെല്ലിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി അത് വറുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ നമുക്ക് ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെ പാൽ ഇതാ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. സേമിയ എന്നും പറയും, വെർമിസെല്ലി എന്നും പറയും. ഇങ്ങനെ ഈ മുറിച്ചതിന് വെർമിസെല്ലി എന്നാണ് പറയുക. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വറുത്തിട്ട് ഒന്ന് കോരി വെക്കുക. എന്നിട്ട് ആ നെയ്യ് ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടത്. അപ്പം ആവശ്യത്തിന് മധുരം അധികം വേണ്ടവർ അധികം ഇടാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരൽപ്പം പൊടി കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ പൊടി പറഞ്ഞാൽ മറ്റേ കോൺഫ്ലവറിൻ്റെ പൊടിയും ഒഴിക്കുക, അല്ലെങ്കിൽ മൈദപ്പൊടിയും ഒഴിക്കുക, ഏതാണെങ്കിലും ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഏറുകയാണെങ്കിൽ ഒന്നുകൊണ്ട് കുറുക്കിയെടുക്കുക. ഞാനൊരു സ്പൂണ് പൊടിയാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി വറുത്ത നെയ്യും ഇതിലേക്ക് ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെർമിസെല്ലിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി ഒഴിച്ച് വെക്കാം. അപ്പോൾ ഞാൻ തീ ഓഫാക്കിക്കണം. ഇനി ഇതിലേക്കൊരൽപ്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കൊന്ന് കുറുക്കിയെടുക്കാൻ, എന്നാലേ നമുക്കത് കട്ടായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പായസം എപ്പോഴും നമ്മൾ ഉണ്ടാക്കണമല്ല, അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ചായൻ്റെ കൂടെ കടി കൂട്ടും ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറിയാൽ നമുക്ക് കേക്ക് പോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. മധുരം, ഏലക്കായും പിന്നെ ഇതിൻ്റെ മുകളിൽ ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചാൽ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെപ്പോഴും പായസമല്ലേ ഉണ്ടാക്കണത്, അപ്പോൾ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിറ്റിൽ വെർമിസെല്ലി ഉണ്ടാവില്ല. ചിലവർക്ക് അടയാണ്, ചിലവർക്ക് അരിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. തണുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ തണുക്കോളം ഒന്ന് പുറത്ത് വെച്ച്, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് വെച്ചാൽ തന്നെ തണുത്തിട്ടും. പിന്നെ പെട്ടെന്ന് തണുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് പിസ്സ കട്ടർ വെച്ചിട്ടൊന്ന് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് 4 പീസാക്കി, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് എടുക്കാനും ഈസിയാണ്. കത്തി വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒന്ന് അടർത്തിയെടുക്കാം. അത് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ അടർത്തിയെടുക്കുക. നമ്മളിതിൻ്റെ അടിയിൽ നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്താൽ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ രൂപത്തിലായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.